ഹലോ ഗൈസ്, വെൽക്കം ടു മൂപ്പൻ സ്മോക്സ്. ഇവിടെ നിങ്ങൾ കാണുന്നത് പ്രവീൺ എന്നോട് ചെയ്ത ക്രൂരത എന്ന് പറഞ്ഞിട്ട് ഒരു ചേച്ചി ഒരു വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. ഇത് ഇറങ്ങിയിട്ടതാണ് 23 മണിക്കൂറിന് മുമ്പ് ഇറങ്ങിയ വീഡിയോ ആണ്. പക്ഷേ എനിക്കിന്ന് രാവിലെ ഇൻസ്റ്റഗ്രാമിനകത്ത് ഈ ലിങ്ക് കിട്ടുന്ന സമയത്ത് മാത്രമാണ് ഞാനിത് കാണുന്നത്. സ്റ്റിൽ ഞാൻ ഇന്നും പ്രവീണിൻ്റെയും പ്രണവിൻ്റെയും അഥവാ രണ്ടുപേരുടെ ചാനലും മാറി മാറി കാണുന്ന ഒരാളാണ്. അപ്പോൾ ഇതെന്താണ് ഈ പെട്ടെന്ന് ഈ ഒരു സാധനം ഇങ്ങനൊരു സംഭവം പൊങ്ങി വരാനുള്ള കാരണം എന്നുള്ള കാര്യം നിങ്ങളെപ്പോലെ എനിക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടാകും. അതിന് മുൻപൊരു കാര്യം കൂടെ പറയാം. ഈ വീഡിയോ താല്പര്യമുള്ളവർ മാത്രം കാണുക. ഇത് നമ്മുടെ ഇൻ്റർനാഷണൽ ഗാസ ഇസ്രായേൽ യുദ്ധമൊന്നുമല്ല, അല്ലെങ്കിൽ മറ്റുള്ള സോഷ്യലി എന്തെങ്കിലും റിലവൻ്റായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കുടുംബത്തിൽ ഗുണമുണ്ടാക്കുന്ന ഒരു കാര്യവുമല്ല. ഈ ഒരു സാധനം ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോസ് ചെയ്ത ഒരാളായതുകൊണ്ട് എൻ്റെ ഒപ്പീനിയൻ കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുള്ളതുകൊണ്ട് അവർക്ക് മുമ്പിലേക്ക് ഇടുന്ന വീഡിയോ ആണ്. ദയവായി താല്പര്യമില്ല എങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിർത്തിയിട്ട് നിങ്ങൾ മറ്റെന്തെങ്കിലും വിഷയങ്ങൾ, നല്ല വിഷയങ്ങൾ പോയി കാണാൻ ശ്രമിക്കുക. ഇത് റിലവൻ്റ് അല്ല. പക്ഷേ ഈ ഒരു വിഷയത്തിൻ്റെ അകത്ത് അവരുടെ കുറച്ച് കാര്യങ്ങൾ പറയുന്നു. അത് പ്രവീണിനെതിരെയുള്ള കുറച്ച് കാര്യങ്ങളാണ്. എന്നാൽ അതിനകത്തും രണ്ട് ഭാഗമുണ്ട് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. നമുക്ക് കേൾക്കാം, അവർ പറയുന്നത് കേൾക്കാം. ഞാൻ എൻ്റെ ആയിട്ടുള്ള അഭിപ്രായവും ഞാൻ ഇതിനകത്ത് പറയാം. ആരെയും വേദനിപ്പിച്ചുകൊണ്ടാവത്തില്ല എന്നുള്ള കാര്യം മാത്രം. പ്രവീൺ പ്രണവന്റെ ചാനലിലെ പ്രവീൺ എനിക്ക് ഇട്ട് തന്നത് എടുത്തിടാൻ വേണ്ടി ഞങ്ങൾ എടുത്ത് വെച്ച തെളിവാണെന്ന്. ഇവരെന്തോരം ഫർണിച്ചേഴ്സ് വാങ്ങിച്ച് കൂട്ടിയെന്നറിയാൻ അവർ ജനങ്ങളെയാണ് ബോധിപ്പിച്ചിരിക്കുന്നത്. ഒത്തിരി മെമ്മറീസ് ഉള്ള ഒരു ചാനലായിരുന്നു. കൊച്ചു പ്രണവ് എന്ന മെയിൽ ഐഡിയിലാണ് എനിക്ക് വന്നിട്ടുള്ള. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ഫെയറികോമിന്റെ പുതിയൊരു വീഡിയോ ഞാൻ പറയാം. നിങ്ങൾക്ക് എല്ലാവരും ഞാൻ പറയുന്നില്ല, കുറേ പേരെങ്കിലും കണ്ടു കാണുമായിരിക്കും. ഞാൻ എൻ്റെ ചാനലിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, പ്രണവ് പ്രവീണിന്റെ ചാനലിലെ ഒരു വീഡിയോ. കാരണം അവരുടെ ആ ഇഷ്യൂ നടന്ന സമയത്തൊന്നും ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടില്ല. ഞാൻ എൻ്റെ ചാനലിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളല്ല എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ ആ ഒരു ഇഷ്യൂ നടന്ന സമയത്തൊന്നും ഞാൻ എൻ്റെ ചാനലിൽ അതിനെക്കുറിച്ചൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഓക്കെ, അവർ പറഞ്ഞു വരുന്ന കാര്യത്തിൻ്റെ ഒരു ഇൻട്രോ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതായത് പ്രവീണ് ഈ ചാനലിന് സ്ട്രൈക്ക് കൊടുത്തു. വിത്തിൻ ഡേയ്സ് ഈ ചാനൽ അടിച്ചു പോകും. അപ്പോൾ അവരതിൻ്റെ വിഷമം പങ്കുവയ്ക്കുന്നു. ഒപ്പം പ്രവീണിനെതിരെ കുറച്ചധികം കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അതിൻ്റെ തുടക്കമാണ് ഇപ്പോൾ നിങ്ങൾ കേട്ടത്. ബാക്കി കേൾക്കാം. പോർഷനാണ് മറ്റേ മുകുന്ദൻ എന്ന് പറഞ്ഞിട്ട് ഒരു കഥാപാത്രത്തിനെ നമ്മൾ അവതരിപ്പിച്ചത്. അത് ഇന്നലെ ഈ സമയത്ത് ഞാനൊരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ആയിരുന്നില്ല, ഞാൻ കരഞ്ഞുകൊണ്ടായിരുന്നത്. കാരണം എനിക്ക് പുതിയ ചാനൽ ഇടേണ്ട ഒരു അവസ്ഥ വന്നു. ഇത് കംപ്ലീറ്റ് എനിക്ക് അറിയില്ല. പക്ഷേ ഇന്നലെ രാത്രി ആയപ്പോൾ ആക്ച്വലി മോളാണ് ഇതിലെല്ലാം എനിക്ക് അപ്ലോഡ് ചെയ്യുന്നത്. കാര്യങ്ങളെല്ലാം മോളാണ്. പക്ഷേ അവർക്ക് അത് എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതായി പോയി. നമുക്കിങ്ങനെ യൂട്യൂബിൽ നിന്നൊരു ഇത് വന്നു, മെസ്സേജ് വന്നു, പ്രവീൺ ചാനലിൽ നിന്ന് ഇങ്ങനെ ഒരു കംപ്ലൈൻറ്റ് വന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇത് ടെർമിനേറ്റ് ആയി പോകും, 7 ദിവസം ടെർമിനേറ്റ് ആവും. പിന്നെ അതിൻ്റെ റീസൺ കാണിച്ചിട്ടുണ്ട്. അവരുടെ ആ ഒരു കോപ്പറേറ്റ് ഇഷ്യൂ ആണ് കാരണം കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എന്ത് ചോദിച്ചു, ഞാൻ മോൻ കുറച്ചും കൂടെ കാര്യങ്ങൾ അറിയാൻ പറ്റും. അവന് കുറച്ചും കൂടെ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എടുത്ത് നോക്കിയപ്പോഴാണ് അമ്മ എന്നോട് ചോദിച്ചു, അമ്മ ഒരു കാര്യം ചെയ്യാം, നമുക്ക് കാരണം നമ്മുടെ ഒരു ചാനൽ പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അവരേതാണ്ട് 4 വർഷത്തോളം കഷ്ടപ്പെട്ടുണ്ടാക്കിയെടുത്ത ഈ ഒരു ചാനൽ പോകുമെന്നുള്ളൊരു കാര്യത്തിനെ കുറിച്ച് ഓർത്ത് അവർക്ക് നല്ല വിഷമമായി. അപ്പോൾ അതുകൊണ്ട് അവർ നമ്മുടെ യൂട്യൂബ് ടീം പറയുന്ന പ്രകാരം, അതിന് ഫെയർ യൂസ് പോളിസി പ്രകാരം അവരത് യൂട്യൂബിന് വീണ്ടും ഞങ്ങൾ അങ്ങനെ തെറ്റൊന്നും ചെയ്തിട്ടില്ല, ഫെയർ യൂസ് പോളിസി പ്രകാരമുള്ള സംഭവം മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്നൊക്കെ അങ്ങോട്ട് പറയുന്നു. അതിനുശേഷം അവർക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കഴിയാതിരുന്നത് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയുന്നു. അതിനുശേഷം അപ്ലോഡ് ചെയ്യപ്പെട്ട വീഡിയോ ആണ് ഇത്. നമുക്കത് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. നമ്മുടെ ഇത്രയും നാളത്തെ ഒരു എഫേർട്ട് മുഴുവനും അത് പോവാണ്. നമുക്ക് മെമ്മറീസ് കിട്ടിയിട്ടില്ല. അപ്പോൾ അവൻ പറഞ്ഞു എന്നാൽ നമുക്ക് അവർക്കൊരു റിക്വസ്റ്റ് ആണ്. സോ പക്ഷേ എനിക്ക് വന്നിരിക്കുന്ന ID പ്രവീണിൻ്റെ ആ വീഡിയോ ആണ് എനിക്ക് കംപ്ലൈൻ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. പക്ഷേ വന്നിരിക്കുന്ന ID പ്രണവ് കൊച്ചുവിൻ്റെതാണ്. പ്രണവ് കൊച്ചുവിൻ്റെ ഐഡിയിലാണ് എനിക്ക് കംപ്ലൈൻറ്റ് അവർ രജിസ്റ്റർ ചെയ്തിരുന്നത്. അതെന്തുകൊണ്ട് പ്രവീണിൻ്റെ ഐഡിയിലാണ്? അത് ആക്ച്വലി ID മീൻസ് നമ്മളിപ്പോൾ ഓരോ യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ID ആണ്. അത് ഏതും ആവാം. ആ ഒരു ID കൊണ്ടായിരിക്കും അതിൻ്റെ ബാക്കിയുള്ള മുഴുവൻ കാര്യങ്ങൾ പിന്നീട് നടക്കുക. ഒഫീഷ്യലി വരുന്ന സാധനങ്ങൾ അങ്ങനെ തന്നെ ആയിരിക്കും വരിക. അപ്പോൾ സ്ട്രൈക്ക് നിങ്ങൾക്ക് തന്നിട്ടുണ്ട് എങ്കിൽ ആ സ്ട്രൈക്ക് ആ പ്രവീൺ പ്രണവ് എന്നുള്ളൊരു ചാനലിൽ നിന്നാണ് വന്നിട്ടുള്ളതെങ്കിൽ ആ ചാനൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഈ പർട്ടിക്കുലർ ഇപ്പം പ്രണവ് കൊച്ചുവിൻ്റെ ആ ID നിന്നായിരിക്കാം. ആ ഒരു ID തന്നെ ആയിരിക്കും അവർ ആ തുടക്കത്തിൽ ഉപയോഗിച്ചിട്ടുണ്ടാവുക. അതുകൊണ്ടാണ് വന്നിരിക്കുന്നത്. അല്ലാതെ അവിടെ പ്രണവും ഇവർ തമ്മിൽ ഒരുമിച്ച് നിന്നിട്ട് പ്രണവിനെ കൊണ്ട് പ്രവീൺ സ്ട്രൈക്ക് നിങ്ങൾക്ക് തന്നു എന്നുള്ളതല്ല. അതൊരു ബേസിക് ആയിട്ടുള്ള കാര്യമാണ്, അറിഞ്ഞുകൂടാത്തത് കൊണ്ട് പറഞ്ഞിരുന്നു മാത്രം. ഇത് പ്രണവിന് അറിയത്തില്ലേ, കൊച്ചു പ്രണവിന്റെ പേരിൽ ഇവരൊരു ഇത് രജിസ്റ്റർ ചെയ്യും. ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അവർ അത് ഉപയോഗിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം ഞാനൊരു വീഡിയോ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് വേറെ യാതൊന്നും തരത്തിലും ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ ചെയ്തത് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ. അതായത് ഇവർ വന്നിരുന്ന് പറഞ്ഞ കാര്യം ഞാൻ ഒന്നും കൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇവർ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ കമന്റ്സ് ഇടുന്ന ആൾക്കാർ ഒരു കാര്യം ശ്രദ്ധിക്കുക. നിങ്ങൾ ഇവിടെയും അത് ചീത്ത വിളിക്കും, അവിടെയും ചെന്ന് ചീത്ത വിളിക്കും. നിങ്ങൾക്ക് എന്ത് കിട്ടാനാ? ഇതാണ് അവർ പറഞ്ഞ വാക്ക്. നിങ്ങൾക്ക് എന്ത് കിട്ടും? ഞാനൊരു കാര്യം ഇതിനൊരു ആൻസർ പറഞ്ഞോട്ടെ, പ്രവീൺ ഞങ്ങൾക്കൊന്നും കിട്ടില്ല. പക്ഷേ ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ കാണുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. നിങ്ങൾക്ക് ഇതുപോലെയൊക്കെ ജീവിക്കാൻ കഴിയുന്നത്. അതാദ്യം മനസ്സിലാക്കുക. അപ്പോൾ ഞാൻ കമന്റ് ഇടാൻ അവരുടെ ചാനലിൽ ഞാൻ കമന്റ് ഇട്ടിട്ട് അവിടെ ഒരു വ്യക്തിപരമായി എനിക്കതിനകത്തൊരു ചെറിയ വിയോജിപ്പ് ഞാൻ പറയാം. അതായത് പ്രവീൺ അല്ലെങ്കിൽ ഇപ്പം പ്രവീണാണല്ലോ ഇപ്പോഴത്തെ ഈ ചേച്ചി പറയുന്നൊരു കാര്യത്തിൽ പ്രവീണ് ഈ ഒരു വീഡിയോസ് ചെയ്യുന്നതിലൂടെ അയാൾക്ക് ഒത്തിരി പൈസ കിട്ടുന്നു, നിങ്ങളിങ്ങനെ ജീവിക്കുന്നു. ചിലപ്പം ഉദ്ദേശിക്കുന്നത് ഇപ്പം വീട് വെച്ചു നല്ല സൗകര്യത്തിൽ ജീവിക്കുന്നു, വലിയ പബ്ലിസിറ്റി കിട്ടുന്നു ഒക്കെ ആയിരിക്കും ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ജീവിക്കുന്നത് പറയുന്നതിൻ്റെ അർത്ഥം. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം,
മലയാള സിനിമയ്ക്കകത്ത് ഓരോ വർഷവും 100 കണക്കിന് സിനിമ ഇറങ്ങാറുണ്ട്. അതിൽ ചിലപ്പോൾ ഒരു മാർക്കോയോ ഒരു എന്താണ് ലൂസിഫറോ അങ്ങനെ കുറച്ച് ഇപ്പം മഞ്ഞുമൽ ബോയ്സ് പോലുള്ള കുറച്ച് വളരെ ചുരുക്കം പടങ്ങൾ മാത്രമാണ് ഭയങ്കരമായിട്ട് ഹിറ്റായിട്ട് 100 കോടി ക്ലബിലേക്ക് കയറി വിജയിക്കുക, സാമ്പത്തികമായിട്ട് വിജയിക്കുന്നത്. അപ്പോൾ നമ്മുടെ മലയാളം യൂട്യൂബ് ചാനലുകൾ എടുത്തു കഴിഞ്ഞാൽ ഈ ഫാമിലി വ്ളോഗിങ്ങിൻ്റെ അകത്ത് തന്നെ 100 കണക്കിനല്ല 1000 കണക്കിന് ചാനലുകളുണ്ട്. എന്തുകൊണ്ട് ബാക്കിയുള്ള ചാനലുകളെക്കാട്ടിലും പ്രണവ്, പ്രവീൺ അല്ലെങ്കിൽ അതുപോലുള്ള ചാനലുകൾ എന്തുകൊണ്ട് ഇത്രയും ഭയങ്കരമായിട്ട് മുമ്പിൽ നിൽക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കൊടുക്കുന്ന കോണ്ടന്റുകൾ അത്രയും ആൾക്കാർക്ക് താല്പര്യമുള്ളതുകൊണ്ട് അവരിരുന്ന് കാണുന്നത് കൊണ്ട് തന്നെ പൈസ കിട്ടുന്നു എങ്കിൽ ആ കാണാൻ വേണ്ടിയിട്ടുള്ള ഘടകം ആ ഒരു കോണ്ടന്റ് അതിനകത്തുള്ളത് കൊണ്ട് മാത്രമാണ് അവരുടെ ചാനൽ വിജയിക്കുന്നത് എന്നുള്ളത് ചേച്ചിയോട് ലളിതമായിട്ട് ഞാൻ പറഞ്ഞു തരികയാണ്. അതല്ല എങ്കിൽ ഇപ്പം നിങ്ങൾ തന്നെ 4 വർഷം കൊണ്ട് ഉണ്ടാക്കിയ ചാനലെന്ന് പറയുന്നു. ഈ ചാനലുകളുടെ എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോയ്ക്ക് മാത്രമാണ് ഒരു 68,000 വ്യൂസ് ഇപ്പോൾ വന്നേക്കുന്നത്. അതിനകത്ത് ഇപ്പോൾ പിന്നിലോട്ട് പോയി കഴിഞ്ഞാൽ വളരെ വ്യൂസ് കുറവാണ്. അത് ഒരു റീസണാണ്. കാരണം അവർ പോപ്പുലർ ആയതുകൊണ്ടാണ് ഈ ഒരു വീഡിയോയ്ക്ക് നിങ്ങൾക്ക് റീച്ച് കിട്ടുന്നത്. സ്വാഭാവികമായിട്ടും അതിലൊരു തെറ്റുമില്ല കേട്ടോ ഞാൻ പറയുന്നത്. പക്ഷേ ഇതാണ് റീസൺ. അവരുടെ ചാനലിൻ്റെ അകത്തും അവരെ കാണുന്ന ആസ്വാദകരുടെ എണ്ണം, വിമർശകരായിക്കോട്ടെ ആസ്വാദകരായിക്കോട്ടെ, അതിൻ്റെ എണ്ണം വളരെ കൂടുതലാണ്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ലളിതമായ റീസൺ. അല്ലാതെ നമ്മളെ കൊണ്ടൊരു ജീവിക്കുന്നു എന്ന് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് മലയാള സിനിമയ്ക്കകത്ത് ഒരുപാട് സിനിമ പൊട്ടാറുണ്ട്, നല്ലതുകൊണ്ട്. നല്ല സിനിമകൾ വളരെ വിരളമാണെന്ന് മാത്രം. അതുപോലെ ഒരുപാട് നമ്മുടെ ഫാമിലി വ്ളോഗേഴ്സിൽ അവരെന്തോ നല്ല കോണ്ടന്റ് കൊടുക്കുന്നുണ്ട് അവരുടെ ചാനൽ. ഇപ്പോൾ ഒന്നുകൂടെ പറഞ്ഞ് നിർത്താം. അതായത് ഈ 2 ചാനലുകൾ, ഇപ്പോൾ പ്രവീണിൻ്റെ ചാനലും പ്രണവിൻ്റെ ചാനലും ഞാനിപ്പോഴും കാണാറുണ്ട്. പ്രവീണിൻ്റെ ഇപ്പം കുഞ്ഞിൻ്റെ നൂലുകെട്ട്, അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ വീട് വാങ്ങിയത്, വീടിൻ്റെ അകത്ത് നടക്കുന്ന ആ ഒരു ഫസ്റ്റ് ഡേ മുതലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കാണാറുണ്ട്. ബിക്കോസ് ഭയങ്കര പോസിറ്റിവിറ്റിയാണ് എനിക്കിപ്പോഴും എനിക്കതാ തോന്നുന്നത്. അതോടൊപ്പം തന്നെ പ്രണവ് കൊച്ചുവിൻ്റെ ചാനൽ ഞാൻ കാണാറുണ്ട്. പ്രണവ് കൊച്ചുവിൻ്റെ കാറെടുത്ത കാര്യവും അത് ആ ഒരു വീട്ടിൻ്റെ അകത്തുള്ള വൈബും ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഒരു കണക്കിന് അവർ നന്നായി മാറുന്നു എന്നുള്ളതാണ്. 2 ചാനലായിട്ടുണ്ടെങ്കിലും അവർ ഒരുമിക്കണം എന്നുള്ള ആഗ്രഹം എനിക്കുണ്ടെങ്കിൽ പോലും സ്വാഭാവികമായിട്ട് ആ 2 ചാനലുകളും പിന്നെ മോശമായിട്ടല്ല, നന്നായിട്ടാണ് മുന്നോട്ട് ഗ്രോ ചെയ്താൽ പോകുന്നത്. അതോടൊപ്പം തന്നെ അവരുടെ കമൻറ്റ് ബോക്സിൽ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഭിന്ന അഭിപ്രായങ്ങൾ ഇപ്പോഴും ഉണ്ട്. അവിടെ ഉള്ളവർ ഇവർ പറയും, ഇവിടെ ഉള്ളവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഫാനിസം ആ ഒരു സംഭവം തന്നെയാണ്. അത്രേ ഉള്ളൂ. എന്നാൽ പോലും എനിക്കത് ഹേർട്ട് ചെയ്തു അങ്ങനെ ഒരു സെന്റൻസ്. കാരണം പ്രവീൺ തന്നെയാണ് പ്രവീണിന്റെ വീട്ടിലുള്ള പ്രശ്നങ്ങൾക്കെല്ലാം ഇങ്ങനെ ജനങ്ങളുടെ ഇടയിൽ ഇട്ട് കൊടുത്തിട്ട് പറഞ്ഞത്. ജനങ്ങൾ അതെന്തെങ്കിലും പറയുന്ന സമയത്ത് അതിനെതിരെ വന്ന നിങ്ങൾക്ക് എന്ത് കിട്ടുന്നു, നിങ്ങൾ അവിടെ പോയി ചീത്ത വിളിക്കുന്നു, ഇവിടെ പോയി ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അത് കണ്ടുകൊണ്ട് നിൽക്കാനൊന്നും സ്വാഭാവികമാണ് ഇവിടെ പ്രവീണിന്റെ ഭാഗത്തുള്ള കാര്യം. കാരണം പ്രവീണും പ്രണവ് ഈ ഒരു വിഷയം പബ്ലിക്കിലേക്ക് എത്തിയത് അവരുടെ ചാനലിൽ കൂടെയാണ്. സ്വാഭാവികമായിട്ട് അത് കണ്ടുകൊണ്ടിരുന്ന അവർ വളർത്തി എന്ന് പറയപ്പെടുന്ന ആ ഒരു പ്രേക്ഷകർ സ്വാഭാവികമായിട്ട് അതിനെക്കുറിച്ച് ക്വസ്റ്റ്യൻ ചെയ്യും. സ്വാഭാവികമായിട്ട് സോഷ്യൽ മീഡിയക്കകത്ത് അതിനകത്തുള്ള റിയാക്ഷൻസ് വരും. ഞാൻ ചെയ്തിട്ടുള്ളതാണ്, പലരും ചെയ്തിട്ടുള്ളതാണ്. അങ്ങനെ റിയാക്ഷൻ വരുമ്പോഴേക്കും നമ്മൾ ആ ഒരു കാര്യത്തിനെ സഹിഷ്ണുതയോടെ ചില സമയത്ത് കാണാൻ പറ്റില്ല. മനുഷ്യരാണ്, ചിലപ്പോൾ വൈകാരികമായിട്ട് ചില കാര്യങ്ങളൊക്കെ അവർക്ക് ചിലപ്പോൾ ഹേർട്ടായിട്ടുള്ളതായിരിക്കാം, ചിലപ്പോൾ ഈ സ്ട്രൈക്കിലേക്കൊക്കെ എത്തുന്നത്. പക്ഷേ എങ്കിലും അവരുടെ ഭാഗത്ത് തന്നെയാണ് ആ മിസ്റ്റേക്ക്. കാരണം അവരുടെ വ്യക്തിപരമായ ജീവിതത്തിനകത്ത് നടന്ന കാര്യങ്ങൾ പബ്ലിക്കിലേക്ക് കൊണ്ടിട്ടത് കൊണ്ടാണ് ഈ ആൾക്കാരെല്ലാം അഭിപ്രായം പറഞ്ഞത്. ആ അഭിപ്രായം പറഞ്ഞ ആൾക്കാർ അഭിപ്രായം പറഞ്ഞെന്നുള്ള കാരണത്താൽ അവരോട് ദേഷ്യം തോന്നിയിട്ട് വലിയ കാര്യമില്ല. കാരണം നിങ്ങൾ തന്നെയാണ് ഈ ഒരു കാര്യം പബ്ലിക്കിലേക്ക് കൊണ്ടുവന്നത്. അത് അന്ന് ഞാൻ പറഞ്ഞു, ഇന്നും പറയുന്നു. അതുകൊണ്ട് അത് അവരുടെ ഭാഗത്തുള്ള മിസ്റ്റേക്ക് തന്നെയാണ് പബ്ലിക്കിലേക്ക് എത്തിയത്. പക്ഷേ ഇപ്പോൾ അതെല്ലാം അവരുടെ ചാനലുകളിൽ നിന്ന് ഒഴിവാക്കി, അവർ ആ ഒരു വിഷയമേ തന്നെ ഒഴിവാക്കി നന്നായിട്ട് 2 ചാനലായിട്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. അങ്ങനെയാണ് ഞാൻ ആ ഒരു വീഡിയോ ചെയ്തത്. പക്ഷേ അതിനകത്ത് വളരെ എന്താ പറയാ, എന്നെ അതിശയിപ്പിച്ച കാര്യം 40,000 പേർക്ക് മേളിൽ ആ ഒരു വീഡിയോ കണ്ടു. എനിക്ക് തോന്നുന്നു അതുകൊണ്ടായിരിക്കും പ്രവീൺ അത് ബാൻ ചെയ്യാനായിട്ട് ഇങ്ങനെ റിക്വസ്റ്റ് കൊടുത്തത്. 40,000 പേർക്ക് മേളിൽ അത് ചെയ്യുകയും ചെയ്തു. നല്ല ഓഡിയൻസ് സപ്പോർട്ട്. അതായത് എനിക്ക് കമന്റ്സ് തന്നെ ഒരു 500 കമന്റ്സ് വന്നിട്ടുണ്ടെങ്കിൽ അതിനകത്ത് 450-475 കമന്റ്സും അത് പോസിറ്റീവായിട്ട്, അല്ലെങ്കിൽ ഞാൻ ചെയ്തത് ചേച്ചി ഞങ്ങൾ പറയാൻ ആഗ്രഹിച്ചതാണ് ചേച്ചി പറഞ്ഞത്, വളരെ നന്നായിട്ട് പറഞ്ഞു. കാരണം അത് ചേച്ചി പറയുന്നതിനെ ഏറ്റെടുത്ത ഒരു സമൂഹത്തിനെ കുറിച്ചാണ്. പ്രവീണും പ്രണവും അല്ലെങ്കിൽ ഇവരും അവരുടെ ചാനലിലൂടെ പറഞ്ഞതും അത് തന്നെയാണ്. അവരെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ കൂടുതലുണ്ടായിരുന്നു. ചെറിയൊരു മൈനോറിറ്റി അവർക്കെതിരെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇത് നിങ്ങൾ പറയുന്നതും പുള്ളിക്കാരൻ പറഞ്ഞു എന്ന് പറയുന്ന കാര്യത്തിനെ വെച്ച് നോക്കുമ്പോഴേക്കും രണ്ടും സിമിലർ ആണെന്നുള്ളതാണ്. നമ്മൾ പറയുന്ന അതിന് കൂടുതൽ അക്സെപ്റ്റൻസ് ഉണ്ടാവുന്നു, നമ്മളെ ആൾക്കാർ കൂടുതൽ കേട്ടു എന്ന് പറയുന്നത് പോലെ. ഓക്കെ, ഞങ്ങൾക്കൊക്കെ ഇല്ലാത്ത അവസ്ഥയായിരുന്നു. കാരണം ടെർമിനേറ്റ് ചെയ്ത് പോകും എന്നുള്ള അവസ്ഥയിൽ തന്നെ ഇരുന്നത്. പിന്നെ മോൻ അതിനകത്ത് സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴാണ് ഒരു ഫെയർ യൂസ് പോളിസി. ഇത്രയ്ക്കും എന്താ പറയാ, സ്വന്തം അമ്മയും അച്ഛനെയും അനുജനെയൊക്കെ പിച്ച് ചീന്തിയതാണ്, ശരിയാണ്. എന്നാൽ അത് നാട്ടുകാരെയും ചീന്താനായിട്ട് തുടങ്ങി. നമ്മളൊക്കെ അവരുടെ മുമ്പിൽ നമ്മളെ ചാനൽ ഒന്നുമല്ല, എനിക്കറിയാം. അവരൊക്കെ 40 ലക്ഷത്തിൽ കൂടുതൽ ഞാനും അവരുടെ ഒരു സബ്സ്ക്രൈബറാണ്. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ അതിശയമുള്ളത്. നമുക്ക് ഒരുപാട് ഇഷ്ടമുണ്ടായിരുന്ന ഒരു ഫാമിലി ആയിരുന്നു. അവരിങ്ങനെ ചിന്ന ഭിന്നമായി പോയപ്പോൾ ഒരു വിഷമം, ഒരു വേദന, നമ്മുടെ ആർക്കെയോ ആണെന്നുള്ളൊരു തോന്നില്ല. അമ്മയുടെയും ഒക്കെ വേദന കാണുമ്പോൾ അങ്ങനെ പറഞ്ഞു പോയ കുറച്ച് കാര്യങ്ങളാണ്. പക്ഷെ എനിക്കിപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കി, പ്രവീണും മൃദുലയും വളരെ നല്ല ഭംഗിയായിട്ട് അഭിനയിക്കുന്ന 2 വ്യക്തികളാണ്. അവർ വളരെ കണ്ണിങ്ങോടുകൂടി തന്നെയാണ് ഇത്രയും കാര്യങ്ങൾ കെട്ടിച്ചമച്ച് ഈ ലക്ഷങ്ങൾ സപ്പോർട്ടുള്ള ചാനലും കൊണ്ട് അങ്ങ് പോയത്. ജനങ്ങൾ ആക്ച്വലി ഇതൊക്കെ വളരെ വ്യക്തിപരമായ കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പറയുന്നത്. നമുക്കത് പറയാൻ പാടുണ്ടോ എന്നുള്ളത് നമ്മളും കൂടെ ചിന്തിക്കണം. അതായത് അഭിനയിക്കുന്നതാണ് അവരെല്ലാം
ഈ അച്ഛനെയും അമ്മയും പബ്ലിക്കിൻ്റെ മുമ്പിൽ പിച്ച് ചീന്തി എന്നുള്ള കാര്യം. അന്നത്തെ ആ ഒരു വിഷയത്തിലേക്ക് എനിക്കും സംസാരിക്കാൻ താല്പര്യമില്ല. കാരണം ആ ചാനലുകളിൽ നിന്നൊക്കെ അത് റിമൂവ് ചെയ്യപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് സംസാരിക്കാൻ പാടുള്ള കാര്യമല്ല. അതിനകത്തൊരു കേസ് സ്റ്റേഷൻ മറ്റു പരിപാടികളിലേക്കൊക്കെ പോയതും അടികൊണ്ടതും ദേഹത്തുള്ള പാടും അതുപോലെ തന്നെ ആ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ട ഒരു സാഹചര്യം, അതിനുശേഷം ഉണ്ടായ പ്രസവം, അതുപോലത്തെ അവർ ഒരു വീടെടുത്ത് മാറി താമസിക്കുന്നവരും പിന്നെ എന്താ പറയുക പല കാര്യങ്ങളുണ്ടായില്ലേ. അപ്പോൾ നമ്മൾ ഇതിനെ ഡയറക്റ്റായിട്ട് അതിൻ്റെ അകത്ത് നിന്ന് കാണാത്ത നമുക്ക് പുറത്ത് നിന്ന് കണ്ട ആ വീഡിയോ ഫൂട്ടേജസ് വെച്ച് മാത്രം ഇവരെ ജഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അത് പ്രവീണിൻ്റെ ഭാഗത്താണെങ്കിലും ശരി, പ്രണവിൻ്റെ കാര്യത്തിനകത്താണെങ്കിൽ, ആ ഒരു അമ്മയുടെ ഭാഗത്താണെങ്കിലും അച്ഛൻ്റെ ഭാഗത്താണെങ്കിലും മൃദുലയുടെ ഭാഗത്താണെങ്കിലും ആ പിഞ്ചു കുഞ്ഞിൻ്റെ കാര്യത്തിനകത്താണെങ്കിൽ പോലും നമ്മൾ അതിനകത്ത് ഇല്ലാത്തവരാണ്. അഥവാ നമ്മളത് കണ്ടിട്ടില്ല. നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലൂടെ വന്ന വീഡിയോ മാത്രം കണ്ടവരാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു കാര്യത്തിൽ ഇവരെ ആരെയും ജഡ്ജ് ചെയ്യുന്നതിനോട് വ്യക്തിപരമായി എനിക്ക് യോജിപ്പില്ല. കാരണം അത് നമ്മുടെ ഭാഗത്തുള്ള അത് അന്വേഷിക്കേണ്ട കാര്യം നമുക്കില്ല എന്നുള്ളതാണ്. കാരണം അവരിപ്പം അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നില്ല. അപ്പോൾ അവർ ചാനൽ ഇത്ര ലക്ഷം ഇതൊക്കെ ഉള്ള ഇതാണ് കൈക്കലാക്കി എന്നൊക്കെ പറഞ്ഞാൽ വേണമെങ്കിൽ പ്രണവിന് കൊണ്ടുപോയി ഒരു കേസ് കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ. അങ്ങനെയൊക്കെ പറ്റത്തില്ല. അതൊന്നും ഒരിക്കലും പറ്റത്തില്ല. യൂട്യൂബിൻ്റെ ഒക്കെ റൈറ്റ്സ് എന്നൊക്കെ പറഞ്ഞാൽ വേറെ ലെവലാണ്. അങ്ങനെ ഒരു ചെറിയ തർക്കം വന്നാൽ പോലും ചാനൽ പിന്നെ അവർ എടുത്ത് കളഞ്ഞളയും. സോ അങ്ങനെയൊന്നും നടക്കത്തില്ല. പക്ഷേ നമ്മുടെ നിങ്ങൾക്കുണ്ടായ വിഷമം എനിക്ക് മനസ്സിലാവും, നിങ്ങളുടെ ചാനൽ അടിച്ച് കളയാൻ ശ്രമിച്ചത്. പക്ഷേ എനിക്ക് പ്രവീണിനോട് റിക്വസ്റ്റ് ഉള്ളത്, അവർ നിങ്ങളുടെ തന്നെ വിമർശനങ്ങൾ പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് വന്നതിൻ്റെ ഭാഗമായിട്ട് അവർ വിമർശിച്ചിട്ടുള്ളത് കാരണത്താൽ അവരുടെ ചാനൽ ടെർമിനേറ്റ് ചെയ്യുന്നതിനോട് സത്യം പറഞ്ഞാൽ വ്യക്തിപരമായി യോജിക്കാൻ പറ്റത്തില്ല. 4 വർഷത്തോളം കിണഞ്ഞ് പരിശ്രമിച്ചൊരു കഷ്ടപ്പെട്ടിട്ട് എന്നിട്ട് 4,000-5,000 അകത്താണ് സബ്സ്ക്രൈബേഴ്സ് ഉള്ള ആ ചാനലുള്ളത്. വ്യൂസ് വളരെ കുറവാണ്. അപ്പോൾ അവർ നിങ്ങളെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായം നിങ്ങൾ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരോട് നിങ്ങൾ പറയുക. നിങ്ങൾ എന്തെങ്കിലും തരത്തിൽ അതിനോട് ആ ഒരു കാര്യം ആവർത്തിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ ഇനി അങ്ങനെയുള്ള സംഭവം ഉണ്ടാവരുത് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളത് ഒഴിവാക്കുന്നതിനപ്പുറം ചാനൽ റിമൂവ് ചെയ്യുന്നത് അല്ലെങ്കിൽ ടെർമിനേറ്റ് ചെയ്യുന്ന സമയത്ത് അവർ തന്നെ പറയുന്നു ഇതിനകത്ത്, ഇനി ഞാൻ എൻ്റെ ചാനൽ പോവുകയാണെങ്കിൽ മറ്റൊരു ചാനൽ തുടങ്ങി ലൈഫ് ടൈം ഇവരെക്കുറിച്ച് വിമർശിക്കുന്ന വീഡിയോ ചെയ്യും. അതൊരു പകപോക്കലാണ്, റിവെഞ്ച് മെൻറ്റാലിറ്റിയാണ്. പക്ഷേ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നത് ഇപ്പം ഈ ചാനൽ പോകുമ്പോൾ ഉണ്ടാകുന്ന വേദനയാണ്. ചിലപ്പോൾ അവർ ചെയ്യണമെന്ന് പോലുമില്ല. പക്ഷേ ഞാൻ പറയുന്നത് അവരുടെ വേദനയായിട്ട് കണ്ട് പ്രവീണ് അങ്ങനെ ചെയ്യരുത്. ആ ചാനൽ അടിച്ച് കളയാൻ ശ്രമിക്കരുത്. സ്വാഭാവികമായിട്ടും അത് പബ്ലിക്കിൽ നിന്നും പിന്നെ വീണ്ടും നിങ്ങൾക്കെതിരെയുള്ള ഒരു ക്യാമ്പയിൻ പോലൊരു കാര്യം സ്റ്റാർട്ട് ചെയ്യാൻ ഇടയാക്കും എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന. കുറേ വർഷമായി ഈ യൂട്യൂബിൻ്റെ അകത്ത് നിൽക്കുന്നത്. ഓക്കെ, ചാനലിൽ നമുക്ക് കുറേ പ്രയാസം ഉണ്ടാകും. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും, പോയാൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ വിചാരിച്ചു ഒരു പുതിയ ചാനൽ തുടങ്ങിയിട്ട് തീർച്ചയായിട്ടും ചില ആൾക്കാരൊക്കെ പറയില്ലേ, നമ്മൾ ഈ ഫാമിലി ഡോക്ടർ, ഫാമിലി ലോയർ എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ ചാനൽ ഇവർ കാരണം പോവുകയാണ്. തീർച്ചയായിട്ടും ഞാൻ ഇവരുടെ മെയിൻ ക്രിറ്റിസിസം അല്ലെങ്കിൽ ഇവരുടെ ഒരു ഫാമിലി വിമർശകയായിട്ട് ഞാൻ എൻ്റെ പുതിയ ചാനലുണ്ടാകും. കാരണം അത്രയ്ക്ക് പ്രയാസമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇന്നലെ ഞാൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. ഇന്ന് എനിക്ക് കുറച്ചും കൂടെ ഒരു സംസാരിക്കാനുള്ള ഒരു ഇത് വന്നു. ഇന്നലെ ഞാൻ പിന്നെ ചേച്ചിക്ക് അറിയാത്തൊരു കാര്യമോട് ഞാൻ പറഞ്ഞുതരാം. അങ്ങനെ നമുക്ക് ഒരാളെ ഞാൻ ഇങ്ങനെ ചെയ്യുമെന്ന് പബ്ലിക്കലി തന്നെ പറഞ്ഞുകൊണ്ട് ഒരു കാര്യം നമ്മൾ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ യൂട്യൂബ് നിങ്ങളെ പെർമനൻ്റ്ലി ബാൻ ചെയ്യും. അങ്ങനെ ബാൻ ഏറ്റുവാങ്ങേണ്ടി വന്നാൽ പിന്നെ നിങ്ങൾക്ക് യൂട്യൂബിൻ്റെ അകത്ത് ഒരിക്കലും നിങ്ങൾക്ക് എന്തൊരു ഐ ഡി തുടങ്ങിയിട്ടാണെങ്കിലും നിങ്ങളുടെ പർട്ടിക്കുലർ IP-യിൽ നിന്നൊന്നും നിങ്ങൾക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയണമെന്നില്ല. ആ സമയങ്ങളിൽ പുള്ളിക്കാരൻ എന്നെ ഹരാസ് ചെയ്യുന്നു, ബുള്ളി ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരൻ യൂട്യൂബ് ടീമിന് അത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ നിരന്തരമായ പ്രശ്നം ഉണ്ടാക്കുന്ന കരുതിയിട്ട് പിന്നെ യൂട്യൂബിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഒരു വീഡിയോ പോലും പിന്നെ ചെയ്യാൻ കഴിയണമെന്നുമില്ല. അതുകൊണ്ട് ഓക്കെ, എനിക്ക് നിങ്ങളുടെ വിഷമം മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. നിങ്ങളുടെ ചാനലിൽ പോകുന്നതിൻ്റെ വിഷമം എനിക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും. 100 സബ്സ്ക്രൈബർ ആയിക്കോട്ടെ, കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണെങ്കിൽ അത് പോകുന്നതിൻ്റെ വിഷമം മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഇപ്പോൾ പ്രവീണാണെങ്കിലും ഈ ഒരു കാര്യം സഹിഷ്ണുതയോടുകൂടി ആ ഭാഗത്ത് അവരുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടായിട്ടുണ്ട്, ടേക്ക് ഡൗൺ ചെയ്തിട്ടുണ്ട് വീഡിയോ. ഓക്കെ, നെക്സ്റ്റ് അവർ വീഡിയോ ചെയ്തോട്ടെ എന്നുള്ള രീതിയിൽ നിൽക്കുക. ഇനി ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് രണ്ട് ഭാഗത്തും പ്രവീണിൻ്റെ ഭാഗത്ത് നിന്ന് ആ ടെർമിനേഷൻ ഒഴിവാക്കി കൊടുത്ത്, അതുപോലെ തന്നെ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് പ്രവീണിൻ്റെ അല്ലെങ്കിൽ അവരുടെ ലൈഫിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ സംസാരിക്കാതെ നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ തീരാവുന്ന വിഷയങ്ങളൊക്കെ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് വേറെ വിഷയമൊന്നുമില്ല. മറിച്ച് ഈ ഒരു ചാനൽ പോവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവർക്ക് അവരുടേതായിട്ടുള്ള രീതിയിൽ ഇങ്ങനെയൊക്കെ ചെയ്യാൻ സാധ്യതയുണ്ട്. അത് പബ്ലിക്കിൻ്റെ സൈഡിൽ നിന്ന് എങ്ങനെയൊക്കെ നോക്കിയിരുന്നാലും അത് പ്രവീണിലേക്കും നിങ്ങളുടെ ആ കുടുംബത്തിലേക്കും ആൾക്കാരുടെ ചോദ്യമുന ഉയരാനുള്ള സാധ്യതയായിരിക്കും വളരെ കൂടുതൽ. അതുകൊണ്ട് വെറുതെ അങ്ങനൊരു സാഹചര്യത്തിലേക്ക് പോകാതിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു വ്യക്തിപരമായി. എടുത്തു വെച്ചിട്ട് പല സമയത്ത് ഞാൻ കരഞ്ഞു പോയ അവസ്ഥയുണ്ടായിരുന്നു. കാരണം എത്രയോ സ്ഥലങ്ങളിൽ പ്രവീൺ പറഞ്ഞിട്ടുണ്ട്, മൃദുല ഒന്നും ചെയ്യുന്നില്ല, ജോലി എല്ലാം അമ്മയാണ് ചെയ്യുന്നതെന്ന് എത്രയോ സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അവരുടെ രണ്ട് ഫാമിലികൾ തമ്മിലുള്ള എന്തൊരു നല്ല ബോണ്ടായിരുന്നു. പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ എങ്ങനെയാണ് അങ്ങനെ ആയത്? ഞാൻ പറഞ്ഞുതരാം. എന്തായാലും ഞാൻ അനഞ്ഞു ഇനി കുറിച്ചിട്ട് കയറാന്നുള്ള രീതിക്ക് ഞാൻ ഇരിക്കുന്നത്. ഞാൻ പറഞ്ഞുതരാം. അതിൽ പറയാത്ത ആ വീഡിയോയിൽ പറയാത്ത കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം. ഇത് സംഭവം വേറൊന്നുമല്ല. ഞാൻ പല വീഡിയോസും ഞാൻ കണ്ടതാണ്. എനിക്ക് തോന്നുന്നു ജിനൂസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതാണ് തോന്നുന്നു. എനിക്കറിയില്ല, ജിനൂസ് പറഞ്ഞിട്ടില്ലെങ്കിൽ ഓക്കെ സോറി, എനിക്ക് അങ്ങനെയാണ് എൻ്റെ ഒരു തോട്ട്. ജിനൂസിൻ്റെ ചാനലാണ് തോന്നുന്നു പറഞ്ഞിട്ടുള്ളത്. ജിനൂസ് ഇങ്ങനെ പോയി അന്വേഷിച്ച സമയത്ത് ആ ഒരു സമയത്ത് അവരുടെ നാട്ടിലായിരുന്നു ഇവരും താമസിച്ചിരുന്നത്. അപ്പോൾ അവിടെ നടന്ന ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഈ യൂട്യൂബ് വരുമാനത്തെ പറ്റി ചൊല്ലിയുള്ള തർക്കങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ കേട്ടത്. മീൻസ് ആ ഒരു ചാനലിൽ നിന്ന് ഞാൻ അറിയാൻ കഴിഞ്ഞത് യൂട്യൂബ് വരുമാനത്തെ കുറിച്ചിട്ടുള്ള ഒരു തർക്കം ഇവരുടെ വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു.
എനിക്ക് തോന്നുന്നു മൃദുലയും കൂടെ വന്നു കഴിഞ്ഞ് ഇഷ്യൂസ് ഉണ്ടായിക്കാണ്. കാരണം ഞാൻ ആ വീഡിയോ പറഞ്ഞ കണക്ക് മൃദുലയും കൂടെ വന്ന് മൃദുലയ്ക്ക് പ്രൊമോഷൻസ് കൂടുതൽ കിട്ടുമ്പോൾ മൃദുലയ്ക്ക് കുറച്ച് ഇൻകം കൂടുതൽ കിട്ടാൻ സാധ്യതയുണ്ടല്ലോ. അപ്പോൾ അതിനെ ചൊല്ലി ഉണ്ടായ തർക്കം അമ്മയും ഒക്കെ അതിനകത്ത് ജോയിന്റ് ആയി. അത് കഴിഞ്ഞിട്ട് അത് കുറച്ച് ദിവസങ്ങളിൽ ഇങ്ങനെ തർക്കങ്ങളുണ്ടായി. കാരണം അത് പറയാൻ കാരണം പ്രണവ് കുടിച്ചോണ്ട് വന്ന് നേരത്തെ ഇന്നാളൊരിക്കൽ പ്രണവ് കുടിച്ചോണ്ട് വന്ന് ഫോട്ടോ ഒക്കെ തല്ലി പൊട്ടിച്ചു മൃദുല പറയും. ഓക്കെ, യൂട്യൂബിൻ്റെ പൈസയുടെ തർക്കമാണെങ്കിലും എന്താണെങ്കിലും ഇപ്പോൾ അതിനെ ചൊല്ലി പ്രശ്നം നടക്കുന്നില്ലാത്തടത്തോളം നമ്മൾ അതിനെ വീണ്ടും മെൻഷൻ ചെയ്യേണ്ട കാര്യമില്ല. കാരണം നമ്മുടെയൊക്കെ ലൈഫിൻ്റെ അകത്ത് പാസ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. അത് വീണ്ടും ഈ ഒരു സമയത്ത് സംസാരിക്കുന്ന ഒരു സാഹചര്യം അനുചിതമാണ് എന്നുള്ളത് മാത്രമാണ് പറയാനുള്ളത്. ചിലപ്പോൾ വഴക്ക് പറയുന്നുണ്ടാവും, തല്ലുന്നുണ്ടാവും. അത് കഴിഞ്ഞ് കുറച്ച് വാക്കുകൾ ചിലപ്പോൾ അച്ഛനും അമ്മയും വഴക്ക് കൂടി, അല്ലെങ്കിൽ നിങ്ങളുടെ ബ്രദറോ സിസ്റ്ററോ ആയിട്ടൊക്കെ നിങ്ങളുടെ വീട്ടുകാരെ വഴക്കുണ്ടാക്കാം. നിങ്ങൾ ഇതൊക്കെ ചെന്ന് അവരറിയാതെ ഏതെങ്കിലും മക്കൾ അവരറിയാതെ അവർ പറയുന്ന ആ സമയത്ത് പറയുന്ന വാക്കുകൾ എടുത്ത് മൊബൈലിൽ വെച്ചിട്ട് തൊട്ടടുത്ത വീട്ടിലെ ശ്യാമള ചേച്ചിനെയോ രമണി ചേച്ചിനെയോ ഒക്കെ കൊണ്ടുവന്ന് കേൾപ്പിക്കുമോ? ഞാൻ ചോദിക്കട്ടെ, യൂട്യൂബിലിടുവോ? ഈ ഒരു കാര്യത്തിന് നമ്മുടെ ഈ പല കൊലക്കേസുകളും മറ്റുള്ള പല കാര്യങ്ങളും സാഹചര്യം ഉണ്ടായിട്ടും ഇങ്ങനെയൊന്നും വീഡിയോ എടുത്ത് വയ്ക്കാത്തത് കൊണ്ട് മാത്രം ചില CCTV ഫൂട്ടേജുകൾ കിട്ടിയിട്ട് അതിൻ്റെ സാഹചര്യത്തിൻ്റെ അകത്തുള്ള പ്രശ്നങ്ങൾ പോലീസിലേക്ക് എത്തുകയും അതോടുകൂടി ആ വിഷയങ്ങൾ ക്ലോസ് ആവുകയും ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഉണ്ട്. അതായത് അത് എടുത്തു വെച്ചൊരു ഒരു തെറ്റുമല്ല. അങ്ങനെ ഒരു വിഷയം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പ്രശ്നം? അത് അവർക്കും ചെയ്യാം, ഓപ്പോസിറ്റ് നിൽക്കുന്നവർക്കും ചെയ്യാം, ഇവിടെ ഉള്ളവർക്കും ചെയ്യാം. ആ രണ്ട് ഭാഗത്തുള്ള ആൾക്കാർക്കും അത് ചെയ്യുന്നതിൽ യാതൊരു തടസ്സമില്ല. കാരണം നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി നാളെ നമ്മൾ മറ്റുള്ളവരുടെ അടുത്ത് പറഞ്ഞാൽ വിശ്വസിക്കണമെങ്കിൽ എവിഡൻസ് ഉണ്ടോ എന്ന് ചോദിക്കും. കോടതികളാണെങ്കിലും എവിഡൻസ് ആണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അങ്ങനെ ഒരു എവിഡൻസ് ഉണ്ടാക്കി വെക്കുന്നതിൽ ഒരു തെറ്റുമില്ല. നിങ്ങൾക്കാണെങ്കിലും എനിക്കാണെങ്കിലും ആർക്കാണെങ്കിലും ഒരു തെറ്റുമില്ല. ആ ഒരു സാധനം അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് യാതൊരു തെറ്റുമില്ല. പക്ഷേ അവരത് കേസ് പോലും കൊടുത്തില്ലല്ലോ. അപ്പോൾ ആ എവിഡൻസ് പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് വരുന്നൊരു സാഹചര്യം ഉണ്ടായി, അവിടുത്തെ വിഷയങ്ങൾ പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് എത്തി, അത് കഴിഞ്ഞു. ഇപ്പോൾ അവർ വഴിക്ക് പോകുന്നു, രണ്ട് വഴിക്ക് പോകുന്നു. നമ്മളതിനെ വീണ്ടും എടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യാനുള്ള റീപോസ്റ്റ്മോർട്ടം ചെയ്യേണ്ട സാഹചര്യം ശരിക്കും പറഞ്ഞാൽ ഇല്ല എന്നുള്ളത് മാത്രമാണ്. അത് നമ്മുടെ സമൂഹത്തിൻ്റെ പരിപാടിയല്ല. അവരുടെ കാര്യങ്ങൾ നോക്കി അവർ പോകുക എന്നുള്ളതിനപ്പുറം ചേച്ചിയുടെ വിഷമം മനസ്സിലാവുന്നുണ്ട്. ചേച്ചിയുടെ ചാനലിനകത്തുള്ള ഒരു വിഷയം അത് പരിഹരിക്കപ്പെടട്ടെ. അതുപോലെ തന്നെ പ്രവീൺ ഇത് കാണുവാണെങ്കിൽ എനിക്ക് പറയാനുള്ളത്, ഇത് ഒരു പകപോക്കൽ പോലെ അവരെ മനസ്സിലേക്ക് എത്തും. അതുകൊണ്ട് ദയവ് ചെയ്ത് അങ്ങനെ പോകാതിരിക്കാനുള്ള സാഹചര്യം ഒരുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതർവൈസ് നിങ്ങളുടെ പാടായി എന്താണെങ്കിലും വെച്ചാൽ അത് നിങ്ങൾ തന്നെ ചെയ്ത് തീർക്കുക, അത്രയേ ഉള്ളൂ. എന്തായാലും ചേച്ചിയുടെ ചാനൽ പോകാതിരിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ പ്രവീണിനെ അവരുടെ ചാനൽ കളയാതിരിക്കാനുള്ള മനസ്സുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി ഇതുപോലെ വിഷയങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരവരുടെ കാര്യങ്ങൾ നോക്കി പോവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സോ നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ അടുത്തൊരു വീഡിയോ കൊണ്ട് കാണുന്നത് ഗൈസ്. ബൈ.